ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ അമ്പലത്തിൽ പോവാണ്. അമ്പലത്തിൽ പോകണം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പുതിയ വണ്ടി മേടിച്ചിരുന്നു. അപ്പോൾ ആ വണ്ടിയുടെ വാഹനപൂജ അടക്കാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് അമ്പലത്തിൽ പോകുന്നത്. വീടിൻ്റെ അടുത്തുള്ള കീഴം പെരുന്തൃക്കോവിൽ ശ്രീ മഹാദേവ ക്ഷേത്രം, അവിടെയാണ് പോകുന്നത്. എവിടെ എല്ലാവരും കീഴത്തമ്പലം എന്ന് പറയും. അപ്പോൾ നമ്മൾ അവിടെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോകാം. ഗായ്സ്, നമ്മൾ അപ്പോൾ അമ്പലത്തിൽ വന്നിട്ടുണ്ട്. വിളിച്ചിട്ടില്ല, പൂജ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ നമുക്ക് അകത്ത് കയറി തൊഴുതിട്ട് വരാം, എന്നിട്ടാണ് ബാക്കി പരിപാടി. ഗൈസ്, അപ്പോൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുതിട്ട് വന്നിട്ടുണ്ട്. ഇനി വണ്ടി പൂജിക്കാൻ പോവുകയാണ്. നമുക്കത് കാണാം. ഹലോ ഗൈസ്, അപ്പോൾ ഇതെൻ്റെ അച്ഛനാണ്, സുരേഷ് കുമാർ PR. അപ്പോൾ അച്ഛനാണ് ഏറ്റവും കൂടുതൽ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ സപ്പോർട്ട് ചെയ്തത് കേട്ടോ. സാധാരണ എല്ലാവരും ഒന്നും അങ്ങനെ സപ്പോർട്ട് ചെയ്യാറില്ല. ഇപ്പോൾ ഫാമിലിയിൽ നിന്ന് തന്നെയായാലും കുറേ പേര് ഇത് യൂട്യൂബ് ചാനൽ തുടക്കാതിരുന്ന് പഠിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കും. പക്ഷേ അച്ഛൻ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. യൂട്യൂബ് ചാനൽ വീഡിയോ എടുക്കുക, ഇന്ന് കണ്ടന്റ് ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. കട്ട സപ്പോർട്ടാണ്, ഈ ഒരു കാര്യത്തിലും കട്ട സപ്പോർട്ടാണ്. ഓക്കെ, വണ്ടി മേടിച്ചതിനെ കുറിച്ചിട്ട് എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? എന്തായാലും എല്ലാം ഭഗവാന്റെ ഈശ്വരാധീനം കൊണ്ട് മാത്രമാണ്. നമ്മുടെ ഒരു കഴിവായിട്ടൊന്നും ഞാൻ എടുക്കുന്നില്ല. എല്ലാം നമ്മൾ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഈശ്വരാധീനം എന്ന് പറയുന്നത്, പിന്നെ നമുക്ക് കട്ട സപ്പോർട്ട് വരുന്ന പ്രേക്ഷകരാണ്. നമുക്ക് ഇപ്പോൾ സ്വന്തമായിട്ട് എനിക്കും ഒരു യൂട്യൂബ് ചാനൽ ഒരു 3 വർഷമായിട്ടുണ്ട്. സുരേഷ് ശബരി ടൂർസ് എന്നാണ് പേര്. എല്ലാവരും ഐശ്വര്യ സപ്പോർട്ട് ചെയ്യുന്നവർ നമ്മളെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. അതിൻ്റെ ഇടയ്ക്ക് മാർക്കറ്റിംഗ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇന്ന് വണ്ടിക്ക് ട്രിപ്പ് ഉണ്ട്. ഇന്ന് വണ്ടിക്ക് അച്ഛൻ്റെ ട്രിപ്പ് തന്നെയാണ് അല്ലേ?
ഇന്നിപ്പോൾ ആദ്യത്തെ ട്രിപ്പ് നമ്മൾ ഇന്ന് ഗുരുവായൂർ, അതുപോലെ നാലമ്പലം. നമുക്ക് കർക്കിടക രാമായണ മാസമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ഒരു ട്രിപ്പ് നമ്മളിപ്പോൾ രാമായണ മാസമായിട്ട് നാലമ്പലം, തൃപ്രയാർ നാലമ്പലവും ഗുരുവായൂരുമാണ്. അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പിലാണ് നമ്മൾ ഇന്ന് എല്ലാവരും, നമ്മൾ ശബരി ഫാമിലി മുഴുവനും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണ ആദ്യ സമയം പറയുമ്പോൾ ഐശ്വര്യയ്ക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ തീർച്ചയായിട്ടും, കാരണം നമുക്കിപ്പോൾ എല്ലാവരും നമ്മളെപ്പോലെ എല്ലാവരും സഹകരിക്കുന്ന, നിങ്ങളെപ്പോലെ കട്ട സപ്പോർട്ടുള്ള ആളുകളുള്ളപ്പോൾ പിന്നെ മടിച്ചു നിൽക്കേണ്ട ഐശ്വര്യനെ ഞാൻ പറയുന്നത്. എന്തായാലും ഐശ്വര്യ ഇപ്പോൾ അതൊക്കെ ഭേദഗതി ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ആക്ച്വലി എനിക്ക് ഇൻട്രസ്റ്റ് കുറവൊന്നുമില്ലായിരുന്നു. എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, ബട്ട് അന്ന് എനിക്ക് നല്ലൊരു ഫോണില്ലായിരുന്നു. പിന്നെ അച്ഛനാണ് എനിക്ക് ഐഫോൺ മേടിച്ചത്. യൂട്യൂബ് തുടങ്ങിയോണ്ടാണ് മേടിച്ചത്. അപ്പം അങ്ങനെ പല സപ്പോർട്ടൊക്കെ ചെയ്ത് പിന്നെ എനിക്ക് ഇൻട്രസ്റ്റ് വന്നു. പിന്നെ എനിക്ക് കണ്ടന്റ് എന്തിടും എന്ന് പറഞ്ഞ് കുറേ കൺഫ്യൂഷൻസ്, അങ്ങനെ കുറേ പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ്. പക്ഷെ ഇപ്പം കുഴപ്പമില്ല, അങ്ങ് പോകണം. എന്നാലും വലിയ സെറ്റപ്പൊന്നുമില്ല, ഇമ്പ്രൂവ് ആക്കാം. കണ്ടന്റ് നമ്മൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. കാരണം കണ്ടന്റ് ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ കയറി ഇരിക്കുകയല്ലോ. തീർച്ചയായും കണ്ടന്റ് എപ്പോഴും കണ്ടെത്തും. ഇന്നിപ്പോൾ നമുക്ക് ഫാമിലിക്ക് നമുക്കിപ്പോൾ ഒരു വണ്ടി കൂടെ ഉണ്ട് നമുക്ക്. അപ്പോൾ ഇത് മൂന്നാമത്തെ വണ്ടിയാണ്. നമ്മുടെ ശബരിയുടെ ആദ്യത്തെ ഗരുഡനായിരുന്നു, രണ്ടാമത്തെ നമുക്ക് വായുപുത്രയായിരുന്നു. ഇപ്പോൾ മൂന്നാമത്തെ നമ്മൾ വൈറോൺ എന്ന് പറഞ്ഞ വണ്ടി ആണ്. അത് കോളേജ് ഓടാൻ പറ്റിയ എല്ലാ സംഭവങ്ങളും ഉൾക്കൊള്ളിച്ച ഒരു വണ്ടിയായിട്ടാണ് നമ്മൾ ഈ ശബരിയുടെ വൈറോണിനെ കാണുന്നത്. എന്തായാലും നിങ്ങളുടെയൊക്കെ എല്ലാവരും ഇത് കാണുന്ന പ്രേക്ഷകർ മാക്സിമം കേരളത്തിൽ എവിടെയും നമുക്ക് കോളേജ് ട്രിപ്പ് മാത്രമല്ല, തീർത്ഥാടന പാക്കേജുകൾ, കല്യാണ പാക്കേജുകൾ, അതുപോലെ എല്ലാ രീതിയിലുള്ള പാക്കേജുകളും നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ ശബരി ഹോളിഡേയ്സിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. കാരണം നിങ്ങളുടെയൊക്കെ ഒരു കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. എന്തായാലും ഐശ്വര്യയോടൊപ്പം നിൽക്കുന്ന ആളുകൾ നമ്മുടെ ശബരി കുടുംബം, ശബരി ഫാമിലിയോട് കൂടി നിൽക്കുക. അത് സന്തോഷമായിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് അതൊരു സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും 11.5 വർഷമായി നമ്മൾ ട്രിപ്പ് തുടങ്ങിയിട്ട്. ഇത് 162ാമത് ട്രിപ്പാണ്. ഇപ്പോൾ കർക്കിടക മാസമായിട്ട് നമ്മൾ ആദ്യത്തെ ട്രിപ്പ് തുടങ്ങുന്നത്. അടുത്ത 27-ാം തീയതി അടുത്ത ആഴ്ചയിൽ നമുക്ക് ട്രിപ്പുണ്ട്. നമ്മളിപ്പോൾ ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൃത്യമായി പറഞ്ഞാൽ 11.5 വർഷം പൂർത്തിയാവുകയാണ് ശബരി ടൂറിലെ ഈ ജൈത്രയാത്ര. ശബരി ഹോളിഡേയ്സിൻ്റെ വാഹനം ഞാൻ പറഞ്ഞു മൂന്നാമത്തേതാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഈ യാത്രകളിലൊക്കെ കേരളത്തിൽ മാത്രമല്ല നമ്മൾ യാത്ര നടത്തുന്നത്, സൗത്ത് ഇന്ത്യ മാത്രമല്ല നോർത്ത് ഇന്ത്യയിലേക്ക് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഈ വർഷം നമ്മളിപ്പോൾ തിരുപ്പതി, മൂകാംബിക അടക്കമുള്ള ട്രിപ്പുകൾ കഴിഞ്ഞെങ്കിൽ കൂടി ഇനി അത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് അനവധി ട്രിപ്പുകളാണ് വരാൻ കിടക്കുന്നത്. കാരണം നമുക്ക് ഇനിയിപ്പോൾ ആരും ചെയ്യാത്ത അറുമുഖ ക്ഷേത്ര ട്രിപ്പുകൾ, അതുപോലെ പഞ്ചമുഖ ക്ഷേത്ര ട്രിപ്പുകൾ, അതുപോലെ തിരുപ്പതി, മൂകാംബിക, രാമേശ്വരം, വേളാങ്കണ്ണി അടക്കമുള്ള സാധാരണ പോകുന്ന ട്രിപ്പുകൾ കൂടാതെ ഈ വർഷം സെപ്റ്റംബർ, ഒക്ടോബറിലേക്ക് കാശി യാത്ര സംഘടിപ്പിക്കുകയാണ്. അതുകൂടെ ബദരീനാഥ് ട്രിപ്പ് കൂടെ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ വർഷം അതൊക്കെ ഉണ്ടാവും. ഇത് കാണുന്ന പ്രേക്ഷകരായ നമ്മുടെ ചങ്ക് പ്രേക്ഷകർ, ഐശ്വര്യയുടെ ചങ്ക് പ്രേക്ഷകരെ തീർച്ചയായിട്ടും നമുക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ എന്ത് കാര്യമുണ്ടെങ്കിലും മാക്സിമം വിളിക്കുക. എൻ്റെ നമ്പർ ഞാൻ ഐശ്വര്യ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. കാരണം ശബരി ഹോളിഡേയ്സിൻ്റെ എന്ത് കാര്യങ്ങളും, വണ്ടി ബുക്കിങ്ങിന് എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ എന്ത് കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു അന്വേഷണം നിങ്ങൾക്ക് ശബരി ഹോളിഡേയ്സിൻ്റെ ഓഫീസ് പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, കുറുപ്പമ്പടി, കോതമംഗലം ഈ ഏരിയകളിലാണ് ഉള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ നമ്പറുകളിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ബുക്കിംഗ് ഇതോടുകൂടി നല്ല രീതിയിൽ പാക്കേജുകൾ ലഭ്യമാണ്. സംസാരിച്ചു തുടങ്ങി നിർത്തത്തില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ അച്ഛൻ സ്വന്തമായിട്ട് ട്രിപ്പ് ഇട്ടും കൊണ്ടുപോകുന്നുണ്ട്, പിന്നെ വണ്ടി ബുക്ക് ചെയ്ത് ആളുകൾ വിളിക്കുന്നുമുണ്ട്. അപ്പോൾ ഓക്കെ, എന്തായാലും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ശരിക്കും എല്ലാവിധ പിന്തുണയും കൊടുക്കുക. അതുകൂടാതെ സുരേഷ് ശബരി ടൂർസ് എന്ന് പറഞ്ഞ് നമുക്ക് നമ്മുടെ ചാനലിനോട് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും എല്ലാ ഭാഗത്തും നേർന്നു നമ്മുടെ കട്ട സപ്പോർട്ട് നമുക്കുണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥന കൂടി വയ്ക്കുകയാണ്. ഇവനാണ് എൻ്റെ വീട്ടിൽ ഇൻട്രോവേർട്ട്. എൻ്റെ അനിയനാണ് ഗൈസ്. എൻ്റെ നേരെ സംസാരിക്കുന്നു.
ഓക്കെ ഗായ്സ്, അപ്പോൾ പൂജയൊക്കെ കഴിഞ്ഞ് വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇനി ഞാൻ പോകണം. ഞാൻ 2 വീലറിലാണ് പറഞ്ഞത്. ഇപ്പോൾ സമയം ഐ തിങ്ക് 10 o'clock കഴിഞ്ഞു. അമ്പലമൊക്കെ അടച്ചിട്ടുണ്ട്. ഞാൻ മാത്രമേ ഉള്ളൂ, എല്ലാവരും പോയി. അപ്പോൾ നമുക്ക് പോകാം. അപ്പോൾ പുതിയൊരു വ്ളോഗുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.